ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ക്രിസ്മസ് ട്രീ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ക്രാഫ്റ്റിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പർ വേണം. ഏത് കളറായാലും കുഴപ്പമില്ല, പ്രിഫറബിളി ഗ്രീനാണ്. പിന്നെ ഒരു ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ. പിന്നെ ഒരു സിസേഴ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് അതിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ അത് DIY ആയിട്ടുള്ളത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായാലും മതി. പിന്നെ നമുക്കതിൻ്റെ ടോപ്പിൽ വെക്കാൻ ഒരു സ്റ്റാർ എടുക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുപോലെ ഗാർലൻസ് ആണ്. ഇങ്ങനത്തെ ഗ്രീൻ കളർ ഗാർലൻസ് വേണം. ഇത് ഭയങ്കര ചിലവ് കുറഞ്ഞൊരു സാധനമാണ്. ഇവിടെ ഞാൻ വാങ്ങിച്ചപ്പോൾ 3.5 ദിർഹംസേ ആയിട്ടുള്ളൂ. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ട്രീയുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടി ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഓക്കെ ആയി. ഇനി നമുക്ക് നമ്മുടെ ചാർട്ട് പേപ്പറിനെ നമുക്കൊരു കോൺ ഷേപ്പിൽ, നമ്മുടെ ഐസ്ക്രീം കോണൊക്കെ ഇല്ലേ അതുപോലത്തെ ഷേപ്പിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റിലും ഈ കോൺ ഷേപ്പ് ഫോൾഡ് ചെയ്യുന്നത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീനട്ടൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ, അപ്പോൾ ഇങ്ങനെ കോൺ ഷേപ്പിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കിട്ടില്ല. അതുപോലെ നമുക്ക് ഈ ചാർട്ട് പേപ്പറും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളതിൽ ഈ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 3-4 സ്ഥലത്ത് ഒട്ടിച്ചു കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അതവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ വെച്ചിട്ട് എല്ലാ സ്ഥലവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അത് നല്ലോണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺ ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഈസിയാണ്. ഇതൊരു 5 മിനിറ്റ്സിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇനി നമുക്ക് ആ കോൺ ഷേപ്പിനെ ഫുള്ളായിട്ട് നമുക്ക് ആ ഗ്രീൻ കളർ ഗാർലൻഡ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കണം. അതിനാണ് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ചാർട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ നോക്കി അത് നടക്കില്ല, അത് പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ നമുക്ക് ഈ കോൺ ഷേപ്പ് ഇത്രയും ഒരു വലിപ്പമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടിലും നീളത്തിലുള്ളത് ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു ടേബിൾ ടോപ്പ് ഇതിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഗാർലൻഡ് ഇതിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ടോ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു കുറച്ച് സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഇട്ടതിന് ശേഷം വേഗം ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ഗ്ലൂ പെട്ടെന്ന് ഉണങ്ങിപ്പോവും, പിന്നെ ഒട്ടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫുൾ ഈ കോണ് മൊത്തം നമുക്ക് അടിവരെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ടോപ്പൊന്ന് തുടങ്ങുമ്പോൾ ഒരു സൗകര്യം പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ഗാർലൻഡ് തീർന്നു പോവുകയാണെങ്കിൽ ആ ബോട്ടം പോർഷൻ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എത്ര വലിപ്പം വേണമെന്നനുസരിച്ച് നിങ്ങളതിനനുസരിച്ച് ചുറ്റി എടുക്കാം. പിന്നെ അടുപ്പിച്ച് ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വിട്ട് ചുറ്റാം. ബിക്കോസ് ഇത് നല്ല എന്താ പറയുക ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല ഫ്ലഫി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് കാരണം അടുത്തടുത്ത് ചുറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നാലും അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല.
അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇത് അടി വരെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെയൊക്കെ ഒന്ന് നന്നായി വിടർത്തി എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി കൈ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ഭാഗം ഒരുപോലെ ആക്കി കൊടുക്കാം. അടി വരെ നമ്മൾ ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇനി കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഈ കോണ് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊന്ന് കൈയിട്ടിട്ട് അതിൻ്റെ ഒന്ന് ഷേപ്പ് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടേബിൾ ടോപ്പിൽ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടേബിളിൻ്റെ മുകളിലോ ഇവിടെ TV സ്റ്റാൻഡിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു ക്യൂട്ട് ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് ചെയ്യാൻ ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ഓർണമെൻറ്റ്സ് ഒക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലതും ഉണ്ടാക്കാം. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്ത് എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഈ സ്റ്റോർ ബോട്ടായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ടോപ്പിൽ ഒരു സ്റ്റാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്തു. ഇതാണ് ഇപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ അതിലൊരു ഫെയറി ലൈറ്റും കൂടി അവസാനം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ഫെയറി ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഭയങ്കര ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 30 റുപ്പീസോ 50 റുപ്പീസിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ക്രിസ്മസ് ട്രീ റെഡി ആയില്ലേ? അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട, വേഗം പോയിട്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ ഇരിക്കുക, ക്രിസ്മസൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.